ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിന്റെ എനി വുമൺ എന്ന് പറയുന്ന പോയാണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് എനി വുമൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഇതിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ ഈ ഒരു പോയത്തിന്റെ അപ്രീസിയേഷനുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പൊ നോക്കാം, എനി വുമൺ എന്നാണ് നമ്മുടെ എന്തിന്റെ പേര്, ചാപ്റ്ററിന്റെ പേര്. ഓദറിന്റെ പേരാണ് എന്ത്, കാത്തറിൻ ടൈന എന്നാണ് നമ്മൾ ആരുടെ പേര്, ഓദറിന്റെ പേര്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ലൈൻ ബൈ ലൈൻ ആണ് നോക്കാൻ പോകുന്നത്. 4 ലൈൻസ്, എല്ലാ സ്റ്റാൻസയിലും 4 ലൈൻസ് ആണ് ഉള്ളത്. നോക്കാം. I am the pillars of the house, the keystone of the arch I am. Take me away and the roof and wall would fall to ruin me utterly. അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താണ്, I am the pillars of the house. ഞാൻ എന്താണ്, ഈ ഒരു വീടിന്റെ പില്ലേഴ്സ് ആണ്. എന്താണ് പറയുന്നത്, പില്ലേഴ്സ്. പില്ലേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് താങ്ങി നിർത്താം, നെടുന്തൂൺ എന്നൊക്കെ പറയില്ലേ, അതാണ് പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നത് ആരായിരിക്കും, എനി വുമൺ എന്നാണ് നമ്മളുടെ എന്തിന്റെ പേര്, പോയത്തിന്റെ പേര്. അപ്പോൾ അവിടെ ഐ എന്ന് പറയുന്ന ആരാണ്, ഒരു വുമൺ ആണ്. ആ വുമൺ ആരാണ്, ഒരു മദർ ആണ്, ഒരു അമ്മയാണ്. ഇപ്പൊ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ എന്താണ്, അപ്പൊ അമ്മ ഇല്ലാത്തൊരു ദിവസം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതേപോലെ തന്നെ അമ്മ എന്താണ്, ഒരു വീടിന്റെ നെടുന്തൂണാണ്, പില്ലേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. ദ കീ സ്റ്റോൺ ഓഫ് ദി ആർക്ക് ആം ഐ. പിന്നെ പറയുന്ന കാര്യമാണ് എന്ത്, ഞാൻ അവിടെയുള്ള ആ ഒരു ആർക്കിന്റെ എന്താണ്, കീ സ്റ്റോൺ ആണ്. എന്നാണ് കീ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ പാർട്ട് ആണ്. നമ്മൾ ഈ മൂലക്കല്ല് എന്നൊക്കെ പറയും, സെൻട്രൽ പാർട്ട് ആണ്. ഓക്കെ, ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫാൾ ടു റൂയിൻ മീ അറ്റർലി. അപ്പൊ എന്താ പറയുന്നത്, എന്നെ ഇവിടുന്ന് ടേക്ക് മീ അവേ, എന്നെ ഇവിടുന്ന് എടുത്തു മാറ്റിയാൽ, എന്നെ എന്താണ്, ഞാൻ കീ സ്റ്റോൺ ആയിട്ടുള്ള എന്നെ ഇവിടുന്ന് എടുത്തു മാറ്റിയാൽ എന്താണ്, ആൻഡ് റൂഫ് ആൻഡ് വാൾ, റൂഫും അതേപോലെ തന്നെ വാൾസ്, ചുമരുകളൊക്കെ എന്താണ്, വുഡ് ഫാൾ ടു മീ അട്ടർലി, മൊത്തം എന്താണ്, അടിയിലോട്ട് വീണു പോകും. അപ്പൊ അമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു വീട് നാശമായി പോകും എന്നാണ് പോയറ്റ് പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിലുള്ളത്. സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. I am the fire upon the hearth, I am the light of the good sun, I am the heat that warms the earth, which else were colder than a stone. പിന്നെ അപ്പൊ ആദ്യം പറയുന്നത് ഞാൻ ഫയർ ആണ്, upon the hearth. hearth എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവിടെ ഹേർത്ത് എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യണത് എന്താണെന്നറിയോ, നമ്മൾ ഈ ഒരു ഫയർ പ്ലേസ് ഇല്ലേ, ആ ഫയർ പ്ലേസിന്റെ മെയിൻ ആയിട്ട് ആ ഒരു സറൗണ്ടിങ്സിനെ, ആ ഒരു ഫയർ പ്ലേസിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഹേർത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഞാനൊരു ഹേർത്തിലുള്ള എന്താണ്, ഫയർ ആണ്. ഞാനൊരു ഹേർത്തിലുള്ള എന്താണ്, ഫയർ ആണ്. പിന്നെ പറയുന്നത് എന്താണത്, ഐ ആം ദി ലൈറ്റ് ഓഫ് ദി ഗുഡ് സൺ. ഞാൻ എന്താണ്, ആ ഒരു ഗുഡ് സണ്ണിന്റെ ലൈറ്റ് ആണ്, എന്നുള്ള വാം ആയിട്ടുള്ള ലൈറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, I am the heat that warms the earth. ഞാൻ എന്താണ്, ഈ ഒരു എർത്ത് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യണം എന്താ, മൊത്തത്തിൽ ആ ഒരു ഫാമിലി മൊത്തത്തിലാണ്, ആ ഒരു ഫാമിലിനെ മൊത്തത്തിൽ വാം ആക്കുന്നത് ഞാനാണ്. പിന്നെ പറയുന്നത് എന്താ, വിച്ച് എൽസ് were the colder than a stone. ഇവിടെ കോൾഡർ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ലാക്ക് ഓഫ് ആക്ടിവിറ്റി ആണ്. അതായത് ആ ഒരു ഹേർത്ത്, ആ ഒരു ഹീറ്റ് അവിടെ ഇല്ല. ഹീറ്റ് എന്ന് വെച്ചാൽ ആരാണ്, ആ ഒരു അമ്മ അവിടെ ഇല്ലാണ്ടെങ്കിൽ എന്തായി പോവും, അവിടെ മൊത്തം കോൾഡ് ആയി പോവും. ആ കോൾഡ് ആയി പോകുന്ന വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്, അവിടെ ലാക്ക് ഓഫ് എന്തായിരിക്കും, ആക്ടിവിറ്റി ആയിരിക്കും എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് ലൈൻസ് നോക്കാം. At me the children warm their hands, I am their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. പിന്നെ പറയുന്ന കാര്യമാണെന്ത്, at me children warm their hands. അപ്പൊ എന്താണ്, ആ അമ്മയുടെ അടുത്തുള്ളപ്പോ ചിൽഡ്രൻ എപ്പോഴും എന്തായിരിക്കും, വാം ആയിരിക്കും. അമ്മയുടെ ചൂട് എന്ന് പറയില്ലേ, അപ്പൊ ആ ഒരു ചൂട് തട്ടിയായിരിക്കും എപ്പോഴും ഉണ്ടാവുക, ചിൽഡ്രൻസ് ഉണ്ടാവുക. I am their light of love alive. ആ അമ്മ എന്താണ്, അവരെ ലൈറ്റ് ആണ്, അവരുടെ ലവ് ആണ്. ആര്, അമ്മ എന്ന് പറയുന്നത്. വിത്തൗട്ട് മീ കോൾഡ് ദ hearthstone stands, nor could the precious child thrive. അപ്പൊ പറയാണെന്ത്, ആ ഒരു അമ്മ ഇല്ലെങ്കിൽ എന്തായിരിക്കും, ആ ഒരു ഹെർത്ത് സ്റ്റോൺ വരെ, ആ എന്താ ഹെർത്ത് സ്റ്റോൺ വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്, ആ ഒരു ഫയർ പ്ലേസ്, ആ ഒരു ഫയർ പ്ലേസിലെ സ്റ്റോൺ വരെ എന്തായിരിക്കും, കോൾഡ് ആയിരിക്കും. അതായത് അമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അവിടെ എപ്പോഴും എന്തായിരിക്കും, ലാക്ക് ഓഫ് ആക്ടിവിറ്റി ആയിരിക്കും എന്നാണ് മീൻ ചെയ്യുന്നത്. നോർ കുഡ് ദ പ്രേഷ്യസ് ചിൽഡ് ത്രൈവ്. ഇവിടെ ത്രൈവ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഡെവലപ്പ് എന്നാണ്. ആ ഒരു പ്രേഷ്യസ് ആയിട്ടുള്ള ഒരു ചിൽഡ്രന് അമ്മ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്പ് ആവാൻ പറ്റില്ല, അവർക്ക് ഇനി വളരാൻ സാധിക്കില്ല എന്നാണ് പോയിന്റ് അവിടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. ഐ ആം ദ
twist that hold together. The children is in a sacred ring. The knot of love from whose close tether no lost child goes a wandering. Okay, അപ്പൊ ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത് എന്താണ്? I am the twist that hold together. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അമ്മയാണ് എന്ത്? ആ ഒരു കുടുംബ ബന്ധത്തിന് എന്താണ് കെട്ടിവെക്കുന്നത്? ആരാണ്? അമ്മയാണ്. എല്ലാരും കെട്ടിവെക്കുന്നത് ആരാണ്? അമ്മയാണ്. The children in its sacred ring, their knot of love from whose their tether no lost child goes a wandering. പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മ എന്താണ്? ആ ഒരു റോപ്പിന്റെ ഉള്ളിലാണ് ആ ഒരു ചിൽഡ്രൻസിന് എല്ലാവരും ഉള്ളത്. ആ അമ്മയുടെ കയറിന്റെ അകത്താണ് ആരും ഉള്ളത്? ആ ചിൽഡ്രൻസ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചൈൽഡും ഗോസ് എ വാണ്ടറിങ്. വാണ്ടറിങ് എന്ന് വെച്ചാൽ അവിടെ മീൻ ചെയ്യുന്നത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നാണ്. അതായത് അതിന് വെച്ചാൽ വേറൊരു മീനിങ് കൊണ്ട് എന്താ? റൈറ്റ് വേയിലോട്ട് റൈറ്റ് വേയിലോട്ട് തന്നെ എല്ലാവരും പോവുള്ളൂ. അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? റൈറ്റ് വേയിലോട്ട് പോവുള്ളൂ. ഒരു ചിൽഡ്രനും എന്ത് ചെയ്യില്ല? നോ ലോസ് ചിൽഡ്രൻ ഗോസ് എ വാണ്ടറിങ്. ഒരു ചിൽഡ്രനും എന്ത് ചെയ്യില്ല? ആ ഒരു റൈറ്റ് വേയിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോവില്ല എന്നാണ് ഇവിടെ ഈ ഒരു സ്റ്റാൻസയിൽ മെയിൻ ആയിട്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. I am the house from floor to roof. ലാസ്റ്റ് പറയുന്നത് എന്താണ്? ഇത് ലാസ്റ്റത്തെ രണ്ട് സ്റ്റാൻസാസ് ആണ് ഇത്. അപ്പൊ നോക്കാം. I am the house from floor to roof. ഫ്ലോർ മുതൽ റൂഫ് വരെ ഞാനാണ് ഹൗസ്. അതായത് അമ്മയാണ് ഒരു വീട് എന്ന് പറഞ്ഞാൽ ആരെയാണ്? അമ്മയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. I deck the walls. ഡെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മീൻ ചെയ്യുന്നത് ഡെക്കറേറ്റ് ആണ്. അമ്മ എന്താണ്? വാൾസ് ഡെക്കറേറ്റ് ചെയ്യും. The board I spread, I spin the curtains. ഇവിടെ ബോർഡ് എന്ന് പറയുമ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിൽ എന്താണ് ബോർഡ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് വീടൊക്കെ സെറ്റ് ചെയ്യുക. അപ്പൊ ബോർഡ് ഐ സ്പ്രെഡ്, ഐ സ്പിൻ ദ കർട്ടൻസ്, റാപ്പ് ആൻഡ് വൂഫ് ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ദെയർ ബെഡ്. പിന്നെ പറയുന്ന കാര്യമാണത് ഞാൻ അവിടെ കർട്ടൻസ് സ്പിൻസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം മീൻ ചെയ്യുന്നത് എന്താണ്? അമ്മയാണ് ഒരു വീടിന്റെ എല്ലാം. ഒരു വീട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ മീൻ ചെയ്യുന്നത്? അമ്മയാണ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ്? റാപ്പ് ആൻഡ് വൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊട് പാവ് എന്ന് പറയും. ഊട് മുതൽ പാവ് വരെ എന്താണ്? അമ്മയാണ് ചെയ്യുന്നത് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഐ ആം ദെയർ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ. ഈ ലാസ്റ്റ് സ്റ്റാൻസ് ആണ്. പിന്നെ അമ്മ എത്ര പവർഫുൾ ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അമ്മ പറയാണ് ഞാൻ ദെയർ വാൾ, ഞാൻ എന്താണ്? അവരുടെ വാൾ ആണ്, ഒരു മതിലാണ്. അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, എല്ലാ ഡേഞ്ചറിനും അഗെയിൻസ്റ്റ് ആയി നിൽക്കുന്ന ഒരു മതിലാണ് ഞാൻ എന്നാണ് എന്തിൽ പറയുന്നത്? അതില് പറയുന്നത്. ദെയർ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. ഇതില് വിൻഡ് ആൻഡ് സ്നോ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡേഞ്ചേഴ്സിനെയാണ്. വിൻഡ് ആൻഡ് സ്നോ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ലൈഫിലോട്ട് വരുന്ന ആ ഒരു ഇതാണ് വിൻഡ് ആൻഡ് സ്നോ എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അൺഎക്സ്പെക്ടഡ് ഡേഞ്ചേഴ്സിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത്. Though whom a woman laid in manger, take me not till the children grow. അപ്പൊ രണ്ടാമത്തെ ഈ ഒരു ഏറ്റവും അവസാനത്തെ ഈ രണ്ട് ലൈൻസ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ ദോ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് യു എന്നാണ് കേട്ടോ. ദോ whom a woman laid in manger. മാൻചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിൻ ആയിട്ട് മീൻ ചെയ്യുന്നത് പുൽത്തൊട്ടി എന്നാണ്. പുൽത്തൊട്ടി എന്നാണ് മാൻചറിന്റെ മീനിങ്. എന്താണ്? പുൽത്തൊട്ടി എന്ന് പറയും. പുൽത്തൊട്ടി എന്ന് പറയും. അപ്പോ whom a woman laid in manger. whom a woman laid in manger എന്ന് പറയുമ്പോൾ ആരെയാണ്? പുൽത്തൊട്ടിയിൽ കിടന്ന ആരെയാണ് നമുക്ക് അറിയുന്നത്? ജീസസിനെയാണ്, ദൈവത്തിനെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അത് ഓർത്ത് വെക്കാം. whom a woman laid in a manger, അത് പറയുന്ന ആരെയാണ്? ജീസസ് ആണ്. അത് ഓർത്ത് വെക്കണം, മറക്കരുത് കേട്ടോ. ടേക്ക് മീ നോട്ട് till the children grow. അപ്പൊ ജീസസിനോട് പറയാണെന്ത്? ഒരിക്കലും എന്റെ മക്കള് വലുതാവാതെ എന്നെ ഇവിടെ നിന്ന് എടുക്കരുത്. ഒരിക്കലും എന്താണ് മീൻ ചെയ്യുന്നത് അവിടെ? ഒരിക്കലും എന്റെ മക്കള് വലുതാവാതെ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുത് എന്നാണ് അവിടെ മെയിൻ ആയിട്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒരു പോയിന്റിൽ മെയിൻ ആയിട്ട് പറയുന്നുള്ളൂ. മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? ആ ഒരു അമ്മയുടെ സാക്രിഫൈസും കാര്യങ്ങളും അമ്മ എന്തൊക്കെയാണ് ഒരു വീട്ടിൽ ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അമ്മ എങ്ങനെയൊക്കെ പവർഫുൾ ആണ് എന്നൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് അമ്മനെ പറയുന്നത് എന്താണ്? ഒരു വീടായിട്ടാണ് അമ്മനെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ അപ്രീസിയേഷൻ ആണ്. ഓക്കെ, നോക്കാം. കാതറിൻ ടർനൻ വാസ് എ പോയറ്റ് ഫ്രം അയർലാൻഡ്. നമ്മുടെ കാതറിൻ ടർനൻ എന്നാണ് നമ്മളുടെ ആരുടെ പേര്? ഓദറിന്റെ പേര് കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, was a poet from Ireland. അയർലാൻഡിലുള്ള ഒരു പോയറ്റ് ആണ് കാതറിൻ ടർനൻ എന്ന് പറയുന്നത്. In her poem, Any Woman, she talks about how a woman, especially a mother, has the power to keep a whole family together. അപ്പൊ ഈ ഒരു പോയത്തില് മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്?
ഒരു എനി വുമൺ എന്ന് പറയുന്ന പോയത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താ, ഹൗ എ വുമൺ, ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ആരാണ്, എസ്പെഷ്യലി എ മദർ, എസ്പെഷ്യലി ആരാണ്, ഒരു മദർ, ഒരു അമ്മ, ഹാസ് ദ പവർ ടു കീപ് ഹോൾ ഫാമിലി ടുഗദർ. അതായത് ആ ഒരു അമ്മയ്ക്കാണ് എന്തുള്ളത്, ഒരു ഫാമിലിനെ മൊത്തത്തിൽ കീപ്പ് ചെയ്യാനുള്ള ഒരു പവർ ഉള്ളത് ആർക്കാണ്, അമ്മയ്ക്കാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എ മദർ ഈസ് ലൈക്ക് എ ബാക്ക് ബോൺ ഓഫ് എവറി ഫാമിലി. അമ്മ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ഫാമിലിയുടെയും എന്താണ്, ബാക്ക് ബോൺ ആണ് എന്നാണ് പറയുന്നത്. ഷീ ഈസ് ദ വൺ ഹു ടേൺസ് എ സിമ്പിൾ ഹൗസ് ഇൻ ടു എ വാം ഹോം. ആ ഒരു അമ്മ എന്താണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൗസിനെ ഒരു വാം ഹൗസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്, അമ്മയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The poem shows the many roles she plays, how she always ready to do all work at home, and how she gives up her own needs for the good of her family. അതായത് ഈ ഒരു പോയത്തിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, പോയം മെയിൻ ആയിട്ട് കാണിച്ചു തരുന്നത് എന്താണ്, അമ്മ ഒരു വീട്ടില് പല പല റോൾസുകൾ ചെയ്യുന്നുണ്ട് അല്ലെ. അമ്മ എന്താണ്, നമ്മളുടെ ഒരു വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല പല റോൾസുകൾ ചെയ്യുന്നുണ്ട്. ഷീ ഈസ് ഓൾവേസ് റെഡി ടു ഓൾ ദ വർക്ക് അറ്റ് ഹോം. അതായത് അമ്മ എപ്പോഴും നമ്മളെ വീട്ടിലുള്ള എല്ലാ ജോലികൾ ചെയ്യാൻ ആരെപ്പോഴും ഓക്കെയാണ്, റെഡിയാണ്, അമ്മ എപ്പോഴും റെഡിയാണ്. ആൻഡ് ഹൗ ഷീ ഗിവ്സ് അപ്പ് ഹർ ഓൺ നീഡ്സ് ഫോർ ദ ഗുഡ് ഓഫ് ഹർ ഫാമിലി. പിന്നെ പറയുന്ന കാര്യമാണെന്ത്, അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ എന്താണ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓൺ നീഡ്സ് ഫോർ ദ ഗുഡ് ഓഫ് അവർ ഫാമിലി, അതായത് ഫാമിലിയുടെ നീഡ്സിന് വേണ്ടിയിട്ട് അവളുടെ പല കാര്യങ്ങളും അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ഓൺ നീഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അമ്മ ഗിവ് അപ്പ് ചെയ്യുന്നുണ്ട്. ദ പോയം ഹാസ് 6 parts. പോയത്തിന് മെയിൻ ആയിട്ട് 6 പാർട്ടുകളാണ് ഉള്ളത്. ഈച്ച് പാർട്ട് ഹാസ് 4 lines. എല്ലാ പാർട്ടിലും എന്തുണ്ട്, 4 lines വെച്ചുണ്ട്. ഓൾ ദ പാർട്സ് ഫോളോ ആൻഡ് AB റൈം പാറ്റേൺ. എല്ലാ പാർട്സിലും എന്താണ്, AB എന്ന് പറയുന്ന റൈം പാറ്റേൺ ആണുള്ളത്, എക്സെപ്റ്റ് ദ ഫസ്റ്റ് പാർട്ട്. ആദ്യത്തെ പാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടിലും AB എന്ന് പറയുന്ന റൈം പാറ്റേൺ ആണ്. The poem talks about a woman's deep self-love for her children. So the feeling of the poem is serious and full of respect. ഓക്കെ, അപ്പൊ ഈ ഒരു പോയത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, മദേഴ്സ് ഡീപ്പ് ആൻഡ് സെൽഫ്ലെസ് ലവ്. അതായത് അമ്മയുടെ എന്താണ്, അമ്മയുടെ ഡീപ്പ് ആയിട്ടുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള ലവ് ആണ്. ആർക്ക് വേണ്ടിയിട്ടുള്ള, ചിൽഡ്രനോട് അമ്മയ്ക്കുള്ള ഡീപ്പ് ആയിട്ടുള്ള ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ലവ് ആണ് ഈ ഒരു പോയത്തിൽ കാണിക്കുന്നത്. സോ ദ ഫീലിംഗ് ഓഫ് ദ പോയം ഈസ് സീരിയസ് ആൻഡ് ഫുൾ ഓഫ് റെസ്പെക്ട്. അപ്പൊ ഈ ഒരു പോയത്തിന്റെ ഫീലിംഗ്, ആ ഒരു ടോൺ എന്ന് വെച്ചാൽ എന്താണ്, സീരിയസ് ആൻഡ് ഫുൾ ഓഫ് റെസ്പെക്ട്. The poem uses many comparisons to show what a mother means. അപ്പൊ നിങ്ങൾക്ക് നോർമലി ഒരു പോയം ത്രോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഇതിൽ ഒരുപാട് കമ്പാരിസൺസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇതിൽ മെയിൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് എന്തായിട്ടാണ്, ഒരു ഹൗസ് ആയിട്ടാണ്. അപ്പൊ ഹൗസിലെ പല കാര്യങ്ങളായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ആ ഒരു അമ്മേനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, the mother says she is like the strong pillars that hold up a house and likes the keystone that holds an ark together. അപ്പൊ ആദ്യം പറയുന്നത് എന്താണ്, മദർ പറയാണെന്ത്, ആ അമ്മ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രോങ് പില്ലേഴ്സ് ആണ്. അതെന്താണ് ചെയ്യുന്നത്, ഹോൾഡ് അപ്പ് എ ഹൗസ്, അതായത് ഒരു വീടിനെ പിടിച്ചു നിർത്തുന്ന എന്താണ്, ആ ഒരു സ്ട്രോങ് പില്ലേഴ്സ് ആണ്. ലൈക്ക് ദ കീ സ്റ്റോൺ ദാറ്റ് ഹോൾഡ്സ് ആൻഡ് ആർച്ച് ടുഗദർ. അത് മാത്രമല്ല അവിടെയുള്ള ഒരു കീ സ്റ്റോൺ എന്താണ്, അവർ ആർച്ചായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി നിർത്തുന്ന ആരാണ്, അമ്മയാണ്. കീ സ്റ്റോൺ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, എന്താണ്, ആ ഒരു സെൻട്രൽ പാർട്ടിനാണ് അവൾ കീ സ്റ്റോൺ എന്ന് പറയാം. She is the fire on the earth that keeps the home warm and the sunlight that warms the earth. അപ്പൊ പിന്നെ ഒരു കാര്യം പറയുന്നതാണ് എന്ത്, അമ്മ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നത്, എന്നാൽ ജസ്റ്റ് ഒന്ന് സെന്റൻസ് വൈസ് നമുക്കൊന്ന് പറയാം. അപ്പൊ എന്താ പറയുന്നത്, she says that she is the fire on the earth. അതായത് ആ ഒരു ഫയർ പ്ലേസിൽ എന്താണ്, ഫയർ ആണ് ആര്, അമ്മ എന്നാണ് പറയുന്നത്. ദാറ്റ് കീപ്സ് ദ ഹോം വാം ആൻഡ് ദ സൺലൈറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. പിന്നെ പറയുന്ന കാര്യമാണെന്ത്, ആ ഒരു ഹേർത്തിലുള്ള ഒരു ഫയർ ആണ് ആ ഒരു വീടിനെ മൊത്തം എന്താക്കുന്നത്, വാം ആക്കുന്നത്. മാത്രമല്ല ആൻഡ് ദ സൺലൈറ്റ് ദാറ്റ് വാംസ് ദ ഹേർത്ത്. ആ ഒരു സൺലൈറ്റ്, അമ്മ സൺലൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ആ ഒരു സൺലൈറ്റ് എന്താ ചെയ്യുന്നത്, ആ ഒരു എർത്തിനെ തന്നെ വാം ആക്കാണ്. ഓക്കെ, She is the reason her children stay close and feel loud. അതായത് അമ്മയാണ് എന്ത്, ശരിക്കുള്ള റീസൺ. എന്തുകൊണ്ട്, ചിൽഡ്രൻസ് ക്ലോസ് ആവാനും അത് മാത്രമല്ല അവർ ലൗഡ് ആവാനും ഏറ്റവും വലിയൊരു റീസൺ ആരാണ്, അമ്മയാണ്. She says she is the wall against the door that keeps the children safe from wind, snow and other dangers. അതായത് അമ്മ പറയുന്നത് എന്താണ്, അമ്മ ആ ഒരു ചിൽഡ്രൻസിന്റെ അടുത്തോട്ട് വരുന്ന ഡേഞ്ചേഴ്സ് ആയിട്ടിനോട് എന്തിനെ കാണിച്ചു നിൽക്കുന്നത്, വിൻഡ്, സ്നോ ആൻഡ് അതർ ഡേഞ്ചേഴ്സ്. വിൻഡ്, സ്നോ എന്ന് വെച്ചാൽ അൺഎക്സ്പെക്ടഡ് ഡേഞ്ചേഴ്സിനാണ് വിൻഡ്, സ്നോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്കിപ്പോ ഇവിടെ വിൻഡ്, സ്നോ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും പുറം രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് അവിടെ ഡേഞ്ചർ ആയിട്ട് അതിനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ
പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡ് സ്നോ എന്ന് പറയുന്നത് അൺഎക്സ്പെക്ടഡ് ഡേഞ്ചേഴ്സ് ആണ്. അപ്പൊ ഈ ചിൽഡ്രൻസിന് ഈ ഒരു അൺഎക്സ്പെക്ടഡ് ഡേഞ്ചേഴ്സിൽ നിന്ന് സംരക്ഷിക്കുന്നത് ആരാണ്? അമ്മയാണ്. ഓക്കെ, ഷീ ഡസ് എവറിത്തിങ് ഫോർ ദം. അമ്മ എന്താണ്? മക്കൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. നമ്മളെ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ, നമുക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ഷീ ഡെക്കറേറ്റ്സ് ദ വാൾസ്, പുട്സ് ഡൗൺ ദ ഫ്ലോർ ബോർഡ്സ്, മേക്സ് ദ കർട്ടൻസ് ആൻഡ് പ്രിപ്പയർ ദ ബെഡ്സ്. പറയുകയാണെന്ത്? ഷീ ഡെക്കറേറ്റ്സ് ദ വാൾ ഡെക്കറേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഫ്ലോർ ബോർഡ്സ് സെറ്റ് ചെയ്യുന്നതും കർട്ടൻസ് മേക്ക് ചെയ്യുന്നതും മാത്രമല്ല, അവർക്ക് വേണ്ടി ബെഡ് പ്രിപ്പയർ ചെയ്യുന്നവർ ആരാണ്? അമ്മയാണ്. ഇൻ ഷോർട്ട്, ഷീ സേസ് ഷീ ഈസ് ദ ഹോൾ ഹൗസ് ഫ്രം ദ ഫ്ലോർ ടു റൂഫ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? അമ്മയാണ് ഒരു വീട്. ഫ്ലോർ ടു എന്താണ്, അതേപോലെ തന്നെ ഫ്ലോർ ടു റൂഫ് വരെ ആരാണുള്ളത്? അമ്മയാണ് ശരിക്കും ഒരു വീട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബാക്കി നോക്കാം. With her care and love, the children grow up well. ആ അമ്മയുടെ ഒരു സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ കുറച്ചും കൂടി നന്നായി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്രോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ചും കൂടി നന്നായിട്ട് വളരാൻ സാധിക്കുള്ളൂ. She knows that if she is taken away, the home would fall apart. അപ്പൊ അമ്മയ്ക്ക് എന്തൊരു കാര്യം അറിയാം? അവളെ അവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ ആ വീട് മുഴുവൻ എന്താവും? fall apart. അതായത് ആ വീട് മുഴുവൻ ഇല്ലാതാവുന്നുള്ള കാര്യം ആർക്കറിയാം? അമ്മയ്ക്ക് അറിയാം. So she prays to the God from her heart, asking him not to take her away until her children are grown up. അപ്പൊ അമ്മ എന്താണ്? മനസ്സറിഞ്ഞ് എന്താണ്? മനസ്സുരുകി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്ത്? ഒരിക്കലും എന്നെ എന്ത് ചെയ്യരുത്, ഈ എന്റെ മക്കള് വളരുന്നത് വരെ ഒരിക്കലും എന്ത് ചെയ്യരുത്, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകരുതെന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് 2 ലൈൻസ് എന്താണ്? ജീസസിനോടുള്ള ഒരു പ്രയർ ആണ്. ഇനി ലാസ്റ്റ് പറഞ്ഞതിൽ പോയട്രി ഡിവൈസ് ആണ്. The poem uses many poetic tools that make it beautiful. The main tool is metaphor. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇതിലെ മെയിൻ ടൂൾ എന്തായിരുന്നു? മെറ്റഫർ. Where the mother is compared to things like pillars, fire and sunlight. അതായത് മദർ എന്താണ് ഈ പില്ലേഴ്സ് ആയിട്ടും ഫയർ ആയിട്ടും സൺലൈറ്റ് ആയിട്ടൊക്കെ പറയുമ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്. There are also lines where the same starting sound is repeated, which is called alliteration. നമുക്ക് ഓൾറെഡി alliteration എന്താണെന്നുള്ളത് അറിയാം അല്ലെ? alliteration എന്താണ്? സ്റ്റാർട്ടിംഗ് സൗണ്ട് സെയിം ആവണം. alliteration. For example, light of love. Okay, L L. Twist that holds together. T T T. Okay, ഇവിടെ നോക്കേ. From floor. Sound repetition ആണ്. There are also lines where the same vowel sound is repeated, which is called assonance. അതായത് vowel sound repeated ആവുമ്പോൾ എന്താണ്? vowels എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. vowel sound repeated ആവുമ്പോൾ എന്ത് പറയും? അവിടെ assonance എന്ന് പറയും. lines ഇതാണ്. Take me away. The children in its sacred ring. No lost child goes a wandering, and take me not till the children's grow. ഇതൊക്കെ എന്താണ്? vowel sound repetition വരുന്നതാണ്. In the second part of the poem, the words I am the are repeated 3 times in a row. അതായത് പിന്നെ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ I am the എന്ന് പറയുന്ന ആ ഒരു വേർഡ്സ് എന്താണ്? 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണെന്ത്? അനഫോറ. ഓക്കെ, ആ റിപ്പീറ്റേഷൻ പറയുന്ന പേരാണെന്ത്? അനഫോറ. The mother also speak to the God. If he is talking directly to Jesus, this is called a apostrophe. Okay, ലാസ്റ്റ് പറയുന്നത് എന്താണ്? മദർ ആ ജീസസിനോട് ഡയറക്ട്ലി സംസാരിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതിനെ പറയുന്നതാണ് എന്ത്? അപ്പോസ്ട്രോഫി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അപ്രീസിയേഷനിലോട്ട് വരുന്നത്. കുറച്ചും കൂടി ഉണ്ട്. ഓവറോൾ ദ പോയം ടോക്സ് അബൌട്ട് വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ വുമൺ ആൻഡ് എ മദർ. അതായത് ഓവറോൾ ഈ ഒരു പോയത്തിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? വാട്ട് ഇറ്റ് മീൻസ് ടു എ വുമൺ ആൻഡ് എ മദർ. അതായത് എന്താണ് ഒരു മദർ, അല്ലെ എന്താണ് ഒരു വുമൺ എന്നാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കി തരുന്നത്. ഇറ്റ് ഷോസ് ദ മദർ ആസ് ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്, ദി കീസ്റ്റോൺ ഓഫ് ദി ആർക്ക് and the light of every home. അതായത് ഈ ഒരു പോയം കാണിച്ചിരുന്നത് എന്താണ്? അമ്മ എന്ന് പറയുന്ന ഒരു വീടിന്റെ പില്ലേഴ്സ് ആണ്, അതേപോലെ തന്നെ ഒരു ആർക്കിന്റെ കീ സ്റ്റോൺ ആണ്, അതേമാതിരി തന്നെ എന്താണ്? ആൻഡ് ലൈറ്റ് ഓഫ് എവറി ഹോം. എല്ലാ വീടിന്റെയും എന്താണ്? ലൈറ്റ് ആണ്. ഇറ്റ് ടെൽസ് us how important and powerful a mother's love and care are for keeping a family strong. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നതാണ് എന്തോരം ഇമ്പോർട്ടന്റ് ആണ് ഒരു അമ്മയുടെ സ്നേഹവും അതേപോലെ തന്നെ എന്താണ്? ആൻഡ് കെയർ ഫോർ ഹർ കീപ്പിംഗ് ഫാമിലി സ്ട്രോങ്. അതായത് ഒരു അമ്മയുടെ സ്നേഹവും കെയറും എങ്ങനെയാണ് ഒരു ഫാമിലിനെ സ്ട്രോങ് ആക്കി നിർത്തുന്നത് എന്നാണ് ഈ ഒരു പോയത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു, അതേമാതിരി തന്നെ അപ്രീസിയേഷൻ പറഞ്ഞു. ഇത്രയാണ് ഈ ഒരു പോയത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവേണ്ടത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.